വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കരുതുന്നത്. കുറച്ച് നാളായി ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പം മഴയൊക്കെയാണ്, കുറച്ച് താമസിച്ചാണ് കേട്ടോ എഴുന്നേറ്റത്. ഇവിടെ നല്ല മഴയാണ്, നല്ല രീതിയിലുള്ള മഴയുണ്ട്. പിന്നെ വീട്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളപ്പൊക്കവും ഉണ്ട്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, പുറത്ത് നല്ല രീതിയിൽ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ ദിവസത്തിന് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും തല ഞാൻ നനച്ചിട്ടില്ല കേട്ടോ. മേല് കഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ കൂടുതൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് 2-3 ദിവസമായിട്ട് മേലെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇന്നൊന്ന് തല നനച്ച് കുളിപ്പിക്കാമെന്ന് ഓർത്ത് എണ്ണ വെച്ചിട്ടില്ല കുറച്ച് നാളായിട്ട്. നല്ല രീതിയിൽ മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എന്താ ആളിങ്ങനെ ഇടക്കിടക്ക് തോണ്ടിയൊക്കെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ കാണിച്ചിട്ട് അറിയാതിരിക്കുക ചെയ്യും. അങ്ങനെയാണിപ്പോ. അപ്പോൾ ദിവസത്തിന് രാവിലെ അമൃതം പൊടിയുടെ കുറുക്കാണ് കേട്ടോ കൊടുത്തത്. പിന്നെ വീട്ടിലടക്കുന്ന രാവിലെ നടക്കുന്ന എന്താണോ അത് കൊടുക്കാറൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ, പുട്ടാണെങ്കിൽ അത് കൊടുക്കും, റൊട്ടിയൊക്കെ കൊടുക്കും, ചപ്പാത്തി, ദോശ എല്ലാം കൊടുക്കും കേട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് നമ്മൾ അമൃതം പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കും, ഓട്സ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. എന്തായാലും റൊട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. റൊട്ടിയൊക്കെ ഞാനപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വെള്ളപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ ഇത് ജനൽ തുറക്കാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട് ആള്. ജനൽ തുറക്കാൻ ആൾക്ക് വശമുണ്ട്, എന്നാലും കൈയൊക്കെ ഇടക്ക് വീഴ്ത്തുന്നത് കൊണ്ടേ അമ്മ തുറക്കാം. കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ട് ഇവിടെ. വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല, എങ്കിലും മുറ്റത്ത് ഇങ്ങനെ ഫുള്ള് വെള്ളപ്പൊക്കമാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാൻ ഫ്രണ്ടിൽ കെട്ടിയിരുന്ന വെയിൽ ഉൾപ്പെടെ പോയിട്ടുണ്ട് കാറ്റിൽ. ഇപ്പം ഇപ്പോൾ നല്ല രീതിയിൽ ഇവിടെ വെള്ളമാണ് കേട്ടോ. അത് ഫ്രണ്ടിൽ കാണുന്നത് വഴിയാണ്, അവിടെ ആൾക്കാരൊക്കെ പോകട്ടോ. ഇവിടെ ഈ ദിവസം ഇവിടെ ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ആലപ്പുഴ ജില്ലയിലെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ആലപ്പുഴ മാത്രമല്ല, എറണാകുളം ആ ഒരു മേഖലയിൽ ഇതൊക്കെ തന്നെയാണ്. ഞാനപ്പോൾ അടുക്കള നിൽക്കുവാണ്, റൊട്ടി ഇണക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ദിവസം അവിടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അമ്മ അവിടെ നോക്കുന്നുണ്ട് ആള്. അവൾക്കാണെങ്കിൽ അടുക്കള കണ്ടാൽ പിന്നെ എൻ്റെ ഒപ്പം തന്നെ ഇവിടെ കൂടും. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ അമ്മയുടെ ഏൽപ്പിച്ചു. ഇദുസിന് വേണ്ടിയിട്ട് ഇദുസിൻ്റെ അപ്പാപ്പ ഇണക്കി കൊടുത്തിട്ടുള്ള ഒരു കളിവണ്ടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലായിരിക്കും കളികളെല്ലാം. ആളിതേ അത് ഉന്തിക്കൊണ്ട് ഇവിടെ നടക്കുവാണ്. കയ്യിലൊരു പാത്രമുണ്ട്. പാത്രമൊക്കെ എറിയുന്ന അത് സ്ഥിരം പരിപാടിയാണ്. ഞാൻ മീഷോയിൽ നിന്നൊരു ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ ഡയപ്പർ. ഞാനിവിടെ പൊട്ടിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ല. ഈ ഡയപ്പർ വന്നിട്ട് 310 രൂപയാണ് കേട്ടോ. 310. ഇതിൽ 42 പീസ് ഡയപ്പറാണ് കേട്ടോ ഉള്ളത്. ഇത് വന്നിട്ട് കിഡി സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കമ്പനിയുടെ യൂസ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ വേറെ ആയിരുന്നു. അപ്പോൾ വേറെ കമ്പനിയുടെ ചൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ കുഞ്ഞിന് പ്രത്യേകിച്ച് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും ഇതും വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ലാഭമുണ്ട് കേട്ടോ. കടയിൽ നിന്ന് നല്ല പൈസയാണ് ഡയപ്പർ വാങ്ങിക്കുന്നതിന്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് എക്സ്പെൻസ് ആയിട്ട് നിൽക്കുന്നത് ഡയപ്പർ തന്നെയാണ് കേട്ടോ. വേറെ ഒന്നിന് ഇത്രയും ചിലവില്ല. ഡയപ്പറിനാണ് നല്ല പൈസ കേട്ടോ. അതിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡയപ്പർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മേടിക്കുമ്പോൾ നമ്മൾ നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കുക. പിന്നെ കുഞ്ഞിന് അലർജിയും കാര്യങ്ങളും, സ്കിന്നിന് അലർജി ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഒരാൾ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, ഭയങ്കര ബഹളമാണ് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. അവള് ഇതെടുക്കുന്നത് കണ്ട ഈ സ്റ്റാൻഡ് വാങ്ങിച്ചെടുക്കും, ഫോൺ വാങ്ങിച്ചെടുക്കും. അങ്ങനെയാണ് ഉള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്ത് കയ്യിൽ കിട്ടിയാലും ജനലിൽ കൂടെ വെളിയിലോട്ട് എറിയുക കേട്ടോ. അത് ഇവളുടെ മെയിൻ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും കാണാതെ വീട്ടിൽ കാണാതെ ആയിട്ടുണ്ടെങ്കിൽ അത് വെളിയിൽ നോക്കിയാൽ മതി. അവൾ പുറത്ത് ജനലിലൂടെ പുറത്തോട്ട് എറിയുക. അതാണ് ഇപ്പം അവളുടെ ഹോബി. ഇതേ വരുന്നുണ്ട്, ആൾ ഡയപ്പർ എടുക്കാനായിട്ട് വരുവാണ്. ആൾക്ക് പൊങ്ങുന്നില്ല, എന്നാലും അവൾക്ക് കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കട്ടാ. ഉണ്ടല്ലോ, അത് എങ്ങനെ പുറത്തോട്ട് എറിയാന്നാണ് ഇപ്പോൾ ആൾ ആലോചിക്കുന്നത്. പക്ഷെ ആൾക്കിത് പൊങ്ങില്ല, അതുകൊണ്ട് കൊള്ളാം.
ഇതു എന്നെ കളയാൻ പോവാണോ? കണ്ടോ, ഇതാണ് അവളുടെ പരിപാടി. ഡയപ്പർ എടുക്കുക, അത് പുറത്തോട്ട് എറിയാനുള്ള പരിപാടി ആയിരിക്കും. കുളിപ്പിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ ഇത് തലയിൽ എണ്ണയിട്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുന്നത്. ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കില്ല തലയിൽ എണ്ണ വെച്ചാൽ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു എണ്ണയാണ് ഇട്ടിടുന്നത്, പാരച്യൂട്ടിൻ്റെ ഈ ഒരു എണ്ണയാണ് ഇടുന്നത്. ഇത് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും, എന്നിട്ടാണ് കേട്ടോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് മസാജ് ചെയ്തെടുക്കാം. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുസ് ഉഷാറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ കിഴക്കേ മുറിയിലിരിക്കുകയാണ്. പുറത്തപ്പോൾ കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്, മഴ തോർന്ന് നിൽക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ ദേ ഇതുസ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താ, ഉച്ചക്ക് ഫുഡ് കൊടുക്കണം ഇതുസിന് ഞാൻ മുട്ട പൊരിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആൾ മുട്ട പുഴുങ്ങിയത് അങ്ങനെ കഴിക്കാറില്ല, കറി വെച്ചതൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് വറുത്താണ് കേട്ടോ കൊടുക്കുന്നത്. അതും പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കറി കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. കുറച്ചിട്ട് കൊടുത്തു തുടങ്ങിയാൽ മതി, കാരണം ആൾക്ക് 1.5 വയസ്സ് പോലും ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇദൂസിന് ഫുഡ് കൊടുക്കട്ടെ. ഇന്ന് ഫുൾ ഡേ വെച്ചിട്ട് ഡേ മൈ ലൈഫ് എടുക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ മറക്കാതെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബ് കൊണ്ടാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.